101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 18 ഓഫ് ദ BR Act ഡീൽസ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1028/2023. ഓപ്ഷൻ എ മെയിൻ്റനൻസ് ഓഫ് SLR, ഓപ്ഷൻ ബി കീപ്പിംഗ് CRR, ഓപ്ഷൻ സി മെയിൻറ്റെയിൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്, ഓപ്ഷൻ ഡി ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? BR Actലെ സെക്ഷൻ 18 എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കീപ്പിംഗ് CRR ആണ്. CRR ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മുടെ സെൻട്രൽ ബാങ്കായ RBIയിൽ നിക്ഷേപിക്കണം. അതാണ് ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 18 പറയുന്ന BR Actലെ സെക്ഷൻ 18 പറയുന്ന ക്യാഷ് റിസർവ് എന്ന് പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെയാണ്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ക്യാഷ് റിസർവ് എവിടെ പറയുന്നത്? അതായത് RBI Actലെ സെക്ഷൻ 42 ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ക്യാഷ് റിസർവിനെ പറ്റി പറയുന്നത്. ഇനി മെയിൻ്റനൻസ് ഓഫ് SLR. BR Actലെ സെക്ഷൻ 24 പറയുന്നത് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ BR Actലെ സെക്ഷൻ 9 ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റുകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ദ പവർ ടു ഇഷ്യൂ ബാങ്കിങ് ലൈസൻസ് അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്? ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഓപ്ഷൻ സി സെൻട്രൽ ഗവൺമെൻറ്, ഓപ്ഷൻ ഡി SEBI. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? BR Act പ്രകാരം ഈ പറഞ്ഞവയിൽ ആർക്കാണ് ബാങ്കിങ് ലൈസൻസ് നൽകാനുള്ള അധികാരമുള്ളതെന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ബാങ്കിങ് ലൈസൻസ് നൽകാനുള്ള അധികാരമുള്ളത്. BR Actലെ സെക്ഷൻ 22 പറയുന്നുണ്ട് ബാങ്കിങ് ലൈസൻസിനെ പറ്റി. RBIയുടെ ലൈസൻസ് ഇല്ലാത്ത ഒരു ബാങ്കിങ് കമ്പനിയും ഇന്ത്യയിൽ ബാങ്കിങ് ബിസിനസ് നടത്താൻ പാടില്ല. RBIക്ക് ലൈസൻസ് കിട്ടാൻ, അതായത് നമുക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി RBIക്ക് ഒരു റിട്ടേൺ അപേക്ഷ നമ്മൾ എഴുതി സമർപ്പിക്കണം. അതിൽ സർട്ടൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ പറഞ്ഞവയെല്ലാം RBIക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അവർ നമുക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് ലൈസൻസ് കിട്ടിയാൽ പോലും അത് റദ്ദാക്കാനുള്ള അധികാരവും RBIക്ക് ഉണ്ട്. ഇനി നമുക്ക് 103ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 35 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഡീൽസ് വിത്ത് ഓപ്ഷൻ എ റിസർവ് ഫണ്ട്, ഓപ്ഷൻ ബി ക്യാഷ് റിസർവ്, ഓപ്ഷൻ സി ഇൻസ്പെക്ഷൻ, ഓപ്ഷൻ ഡി ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? BR Actലെ സെക്ഷൻ 35 എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. BR Actലെ സെക്ഷൻ 35 പറഞ്ഞിരിക്കുന്നത് ഇൻസ്പെക്ഷനെ പറ്റിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മുടെ RBIക്ക് ഏത് ബാങ്കിങ് കമ്പനിയിലും ഇൻസ്പെക്ട് ചെയ്യാൻ, പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. RBIക്ക് സ്വമേധയാലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമോ ഏത് കമ്പനി, ബാങ്കിങ് കമ്പനികളെയും അതുപോലെ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ നമ്മുടെ RRB പരിശോധിക്കാനുള്ള അധികാരം നബാർഡിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഓപ്ഷൻ എ റിസർവ് ഫണ്ട് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 17 ഓഫ് BR Act ആണ്. അതുപോലെ ക്യാഷ് റിസർവ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 18 ആണ്. ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 22 ആണ്. 104ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് സെക്ഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. സെക്ഷൻ 70 അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്, സെക്ഷൻ 36A ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, സെക്ഷൻ 44A പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു അക്വയർ അണ്ടർടേക്കിങ്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ഇൻ സർട്ടൻ കേസസ്, സെക്ഷൻ 22 റിസർവ് ഫണ്ട്. എന്താണ് ആൻസർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 70, നമ്മൾ സെക്ഷൻ 17 നേരത്തെ പറഞ്ഞിരുന്നു. സെക്ഷൻ 70 എന്ന് പറയുന്നത് റിസർവ് ഫണ്ടിനെ പറ്റിയാണ് പറയുന്നത്. റിസർവ് ഫണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 70 അതായത് ഏതൊരു ബാങ്കിങ് കമ്പനിയും അവരുടെ 25% കുറയാത്ത ഒരു എമൗണ്ട് നെറ്റ് ഫണ്ട്, റിസർവ് ഫണ്ടായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ സെക്ഷൻ 36A പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു അക്വയർ അണ്ടർടേക്കിങ്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ഇൻ സർട്ടൻ കേസസ്. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ബാങ്കിങ് കമ്പനി ഏറ്റെടുക്കാനുള്ള അധികാരം, ആ പവർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കുമെന്നാണ് സെക്ഷൻ 36A പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ 36Aയുടെ ആൻസർ വരുന്നത് ഓപ്ഷൻസ് സി ആണ്. സെക്ഷൻ 44A അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്. രണ്ടോ അതിലധികമോ ബാങ്കിങ് കമ്പനികളെ അമാൽഗമേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 44A പറയുന്നത്. അപ്പം ഓപ്ഷൻ 3 എന്ന് പറയുന്ന ആൻസർ വരുന്നത് അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. സെക്ഷൻ 22 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. BR Actലെ സെക്ഷൻ 22 എന്ന് പറയുന്നത് ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്.
അപ്പോൾ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 17 എന്ന് പറയുന്നത് റിസർവ് ഫണ്ടും സെക്ഷൻ 36A എന്ന് പറയുന്നത് പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു അക്വയർ അണ്ടർടേക്കിങ്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണെന്നുള്ളതും, അതുപോലെ സെക്ഷൻ 44A എന്ന് പറയുന്നത് അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസും, സെക്ഷൻ 22 എന്ന് പറയുന്നത് ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസും. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1C 2A 3B 4D, ഓപ്ഷൻ ബി 1D 2C 3A 4B, ഓപ്ഷൻ സി 1C 2A 3D 4B, ഓപ്ഷൻ ഡി 1B 2D 3C 4A. നമ്മൾ കണ്ടിരിക്കുന്ന പ്രകാരം നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് 105ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, എ ബാങ്കിങ് കമ്പനി ക്യാൻ പേ ഡിവിഡൻഡ് only on satisfying the following conditions except. കേരള ബാങ്കിൻ്റെ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ all its capitalized expenses have been completely written off. ഓപ്ഷൻ ബി provisioning 25% of net profit to a risk. ഓപ്ഷൻ സി adequate provision for bad debts has been made to the satisfaction of the auditor of the bank. ഓപ്ഷൻ ഡി writing of the depreciation in the value of investments in approved securities which are actually been capitalized or accounted as a loss. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രൊവിഷനിങ് 25% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു എ റിസ്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? BR ആക്ട് 1949 പ്രകാരം, അതായത് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്നതിനുള്ള ചില കണ്ടീഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തൊഴികെ അതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊവിഷനിങ് ഓഫ് 25% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു എ റിസ്ക്, ആ ഒരു കണ്ടീഷൻസ് നമുക്ക് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ്റെ കേസിൽ മെൻഷൻ ചെയ്യുന്നില്ല. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് പറയുന്നത്, അതായത് റെസ്ട്രിക്ഷൻസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് പറയുന്നത് BR ആക്ടിലെ സെക്ഷൻ 15 സെക്ഷൻ 15 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ആണ് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും. അതായത് ഓൾ ഇസ് ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി റിട്ടൺ ഓഫ്. എല്ലാ മൂലധന ചെലവുകളും എഴുതി തള്ളിയതിനു ശേഷമാണ് ഒരു ബാങ്കിങ് കമ്പനി അവരുടെ ഡിവിഡൻഡ് നിശ്ചയിക്കാവൂ. 106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെക്ഷൻ ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഡീൽസ് വിത്ത് use of the words bank, banker, banking or banking company. Option A section 7 of the Banking Regulation Act 1949, option B section 4 of the Banking Regulation Act 1949, option C section 5 of the Banking Regulation Act 1949, option D section 9 of the Banking Regulation Act 1949. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സെക്ഷനിലാണ്, അതായത് ഒരു ബാങ്കിങ് കമ്പനി ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന ടൈം യൂസ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ സെക്ഷൻ 7 ഓഫ് ദ BR ആക്ട് 1949 സെക്ഷൻ 7 പ്രതിപാദിച്ചിരിക്കുന്നത് ഏതൊരു ബാങ്കിങ് കമ്പനിയും അതിൻ്റെ പേരിനൊപ്പം ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന ടൈം യൂസ് ചെയ്യണമെന്ന്. സെക്ഷൻ 4 പറയുന്നത് പവർ ടു സസ്പെൻഡ് ഓപ്പറേഷൻ ഓഫ് ആക്ട് ആണ്. സെക്ഷൻ 5 പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്, ഡെഫിനിഷൻസ് ആണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 9 പറയുന്നത് ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. 107ാമത്തെ ക്വസ്റ്റ്യൻ. Who has taken charges as Chief Executive of Indian Banks Association? Option A Sunil Mehta, option B Gopal Bhagat, option C Atul Kumar Goyal, option D none of this. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി അതുൽ കുമാർ ഗോയലാണ്. IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഫോം ചെയ്തത് 1946 1946 സെപ്റ്റംബർ 26 22 മെമ്പേഴ്സുമായിട്ട് IBA ഫോം ചെയ്തത്. 108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. MMID ഇൻ മൊബൈൽ ബാങ്കിങ് സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ മൊബൈൽ മെക്കാനിസം ഐഡൻറ്റിഫയർ, ഓപ്ഷൻ ബി മൊബൈൽ മണി ഐഡൻറ്റിഫയർ, ഓപ്ഷൻ സി മാക്സിമം മണി ഇൻ ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി മിനിമം മണി ഐഡൻറ്റിഫയർ. മൊബൈൽ ബാങ്കിങ്ങിൽ MMID എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി മൊബൈൽ മണി ഐഡൻറ്റിഫയർ ആണ് MMID എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എന്താണ് മൊബൈൽ മണി ഐഡൻറ്റിഫയർ എന്ന് നമുക്ക് നോക്കാം. അതൊരു 7 ഡിജിറ്റ് യൂണിക് ഐഡൻറ്റിഫയർ കോഡാണ്. അതായത് മൊബൈൽ ഫോണുകളിലൂടെയും നെറ്റ് ബാങ്കിങ്ങിലൂടെയും നമുക്ക് ഇൻ്റർ ബാങ്ക് ട്രാൻസ്ഫറുകൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു യൂണിക് ഐഡൻറ്റിഫയർ ആണ്. അത് കസ്റ്റമേഴ്സിന് നമുക്ക് ഇടപാട് സമയത്ത് സെൻഡറുടെയും റിസീവറുടെയും മൊബൈൽ ബാങ്കിങ് അക്കൗണ്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മൊബൈൽ മണി ഐഡൻറ്റിഫയർ ആണ് MMID. 109ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The result of increase in cash reserve ratio by RBI is option A initially increase the supply but later on decrease automatically, option B no impact on supply of money in the economy, option C decrease the supply of money in the economy, option D increase the supply of money in the economy. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്?
RBI ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിക്രീസ് ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമി. RBI ക്യാഷ് റിസർവ് റേഷ്യോ CRR ഇൻക്രീസ് ചെയ്താൽ ബാങ്കുകളുടെ ലെൻഡിങ് കപ്പാസിറ്റി കുറയും. അതുപോലെ RBI CRR ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകളുടെ ലെൻഡിങ് കപ്പാസിറ്റി കൂടും. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിക്രീസ് ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമി. 110ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ആൻ ഇന്റർ ബ്രാഞ്ച് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡേറ്റ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ദാറ്റ് ഹെൽപ്സ് കസ്റ്റമേഴ്സ് ടു ഓപ്പറേറ്റ് ദെയർ അക്കൗണ്ട് ഫ്രം എനി സിറ്റി ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്, ഓപ്ഷൻ ബി ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ, ഓപ്ഷൻ സി സെൻട്രലൈസ്ഡ് ബാങ്കിംഗ് സൊല്യൂഷൻസ്, ഓപ്ഷൻ ഡി റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. ഇന്ത്യയിലെ ഏത് നഗരത്തിൽ നിന്ന് പോലും കസ്റ്റമേഴ്സിന് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്റർ ബ്രാഞ്ച് നെറ്റ്വർക്കിംഗ് അഥവാ ഡേറ്റ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെൻട്രലൈസ്ഡ് ബാങ്കിംഗ് സൊല്യൂഷൻസ് ആണ്. സെൻട്രലൈസ്ഡ് ബാങ്കിംഗ് സൊല്യൂഷൻസ് അഥവാ കോർ ബാങ്കിംഗ് സൊല്യൂഷൻസ് എന്നത് ബാങ്കുകളെ അവരുടെ കോർ ബാങ്കിംഗ് പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്ന ഒരു കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ആണ്. CBS എന്നും അറിയപ്പെടുന്നു. സോ ആൻസർ വരുന്നത് സെൻട്രലൈസ്ഡ് ബാങ്കിംഗ് സൊല്യൂഷൻസ് ആണ്. 111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ബാങ്ക്സ് വിച്ച് വെയർ മെർജ്ഡ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ. ഓപ്ഷൻ എ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് ദ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ആന്ധ്ര ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക്, ഓപ്ഷൻ സി സിൻഡിക്കേറ്റ് ബാങ്ക് ആൻഡ് അലഹബാദ് ബാങ്ക്, ഓപ്ഷൻ ഡി വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക്. ബാങ്ക് ഓഫ് ബറോഡയുമായി മെർജ് ചെയ്തിരിക്കുന്ന ബാങ്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക് ആണ്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് ദ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ടാണ് മെർജ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആന്ധ്ര ബാങ്കും ആൻഡ് കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായാണ് മെർജ് ചെയ്തിരിക്കുന്നത്. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കുമായിട്ടാണ് മെർജ് ചെയ്തിരിക്കുന്നത്. അലഹബാദ് ബാങ്ക് വരുന്നത് ഇന്ത്യൻ ബാങ്കുമായിട്ടാണ്. വിജയ ബാങ്കും ദേന ബാങ്കുമാണ് ബാങ്ക് ഓഫ് ബറോഡയുമായി മെർജ് ചെയ്തിരിക്കുന്നത്. ഇവർ 1 ഏപ്രിൽ 2019 ബാങ്ക് ഓഫ് ബറോഡയുമായി മെർജ് ചെയ്തിരിക്കുന്നത്. ഈ 3 ബാങ്കുകളും 1 ഏപ്രിൽ 2020 മെർജ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡയുമായി മെർജ് ചെയ്തിരിക്കുന്ന ബാങ്ക് ഓപ്ഷൻ ഡി വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക് ആണ്. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ നെയിംഡ് ബൈ എ ഡിസീസ്ഡ് പേഴ്സൺ ടു മാനേജ് ഹിസ് എസ്റ്റേറ്റ് ഇൻ ഹിസ് വിൽ ഈസ് കോൾഡ്. ഓപ്ഷൻ എ വിൽ ഹോൾഡർ, ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേറ്റർ, ഓപ്ഷൻ സി എക്സിക്യൂട്ടർ, ഓപ്ഷൻ ഡി സോളിസിറ്റർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു വ്യക്തി തൻ്റെ വിൽപ്പത്രത്തിൽ തൻ്റെ മരണശേഷം സ്വത്തുവകൾ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കുന്ന വ്യക്തിയെ എന്താണ് വിളിക്കുന്നത് എന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി എക്സിക്യൂട്ടറാണ്. ഒരു വ്യക്തി തൻ്റെ സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ നിയമിക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടർ ഇല്ലാത്ത പക്ഷമാണ് അഡ്മിനിസ്ട്രേറ്റർ വരുന്നത്. അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നത് കോടതിയാണ്. സോളിസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിയമോപദേശം നൽകാൻ കഴിയുന്ന ഒരു അഡ്വക്കേറ്റാണ് സോളിസിറ്ററായി വരുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി എക്സിക്യൂട്ടറാണ്. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്പോൺസർ ബാങ്ക് ഷെയർ ഇൻ റീജിയണൽ റൂറൽ ബാങ്ക്? ഓപ്ഷൻ എ 75, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 15. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റീജിയണൽ റൂറൽ ബാങ്കിൽ സ്പോൺസർ ബാങ്കിൻ്റെ ഷെയർ എത്രയാണെന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 35. നമുക്കറിയാം പ്രധാനമായും RRBയിൽ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3 പേരാണ്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ സ്പോൺസർ ബാങ്ക്. സെൻട്രൽ ഗവൺമെൻറ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. ബാക്കി വരുന്ന 35 ആണ് സ്പോൺസർ ബാങ്കിൻ്റെ ഷെയർ ആയിട്ട് വരുന്നത്. നിലവിൽ ഈ പ്രൊപ്പോർഷൻ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ സെൻട്രൽ ബാങ്കിൻ്റെ പുതിയ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60യും സ്റ്റേറ്റ് ഗവൺമെൻറ് പുതിയ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20യും അതുപോലെ സ്പോൺസർ ബാങ്കിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാലും 20യുമാണ്. സോ നമുക്ക് ചോദ്യം വരുമ്പോൾ ഓപ്ഷൻ അനുസരിച്ചിട്ട് ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. സോ ഇവിടെ ആൻസർ വരുന്നത് സ്പോൺസർ ബാങ്കിൻ്റെ ഷെയർ ഇൻ RRB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 35 ആണ്. 114ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെക്ഷൻ വാസ് ആഡഡ് ഇൻ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് so as to include the cooperative banks under its purview? Option A section 17, option B section 35, option C section 15, option D section 56. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? BR ആക്ടിലെ ഏത് സെക്ഷനിലാണ് കോപ്പറേറ്റീവ് ബാങ്കുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ ആൻസർ വരുന്നത്
ഓപ്ഷൻ ഡി സെക്ഷൻ 56 ആണ്. ബി ആർ ആക്ടിലെ സെക്ഷൻ 56 കോപ്പറേറ്റീവ് ബാങ്കുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1965 അമെൻഡ്മെൻറ്റ് പ്രകാരം 1 മാർച്ച് 1966 ഇത് ആപ്ലിക്കബിൾ ആയത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സെക്ഷൻ 56. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 115ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് എ ബാങ്കിങ് കമ്പനി അപ്രോപ്രിയേറ്റ്സ് ഓർ യൂട്ടിലൈസസ് എനി എമൗണ്ട് ഫ്രം ദ റിസർവ് ഫണ്ട് ഓർ ഷെയർ പ്രീമിയം അക്കൗണ്ട്, it must report to RBI within dash days from the date of such appropriation. Option A 3, Option B 7, Option C 21, Option D 30. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ബാങ്കിങ് കമ്പനി റിസർവ് ഫണ്ടിൽ നിന്നോ ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ ഏതെങ്കിലും തുക ഏറ്റെടുക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ വിനിയോഗ തീയതി മുതൽ എത്ര ദിവസത്തിനുള്ളിൽ RBI അറിയിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 21 ഡേയ്സ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും തുക ഉപയോഗിക്കുകയാണെങ്കിൽ അത് 21 ദിവസത്തിനുള്ളിൽ RBI അറിയിക്കണം എന്നാണ് പറയുന്നത്. റിസർവ് ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സെക്ഷൻ 17 പറയുന്നുണ്ട്. അതുപോലെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അധികാരം RBIക്ക് ഉണ്ട്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 21. 116ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. RSETS സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ റീജിയണൽ സെൽഫ് എംപവർമെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ബി റൂറൽ സെൽഫ് എംപവർമെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ സി റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ഡി റീജിയണൽ സെൽഫ് എംപ്ലോയീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. RSETS സ്റ്റാൻഡ് ചെയ്യുന്നത് ഓപ്ഷൻ സി റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് RSETS ബാങ്കുകൾ മാനേജ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടെയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The bank can consider dash lien as their protection against loss on loan or overdraft which was given to its customers. Option A special, Option B general, Option C both A and B, Option D none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു ബാങ്ക് തൻ്റെ കസ്റ്റമർക്ക് ലോണോ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റിയോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമർ ബാങ്കിനെ തിരിച്ചടയ്ക്കാത്ത പക്ഷം അവിടെ ബാങ്കിന് ഒരു നഷ്ടം സംഭവിക്കാം. ഈ നഷ്ടത്തിൽ നിന്ന് ബാങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏത് ലീനാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ സ്പെഷ്യൽ ലീൻ ആണ്. സ്പെഷ്യൽ ലീൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 170 മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ജനറൽ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കേഴ്സ് ലീൻ ഓർ ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണ്. ജനറൽ ലീൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് 171 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സ്പെഷ്യൽ ലീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 118ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് ദ ഫോളോയിങ് ബാങ്ക്സ് വിച്ച് ബാങ്ക് ഹാസ് ബീൻ റീനെയിംഡ് ആസ് ആക്സിസ് ബാങ്ക്? ഓപ്ഷൻ എ ലോർഡ് കൃഷ്ണ ബാങ്ക്, ഓപ്ഷൻ ബി HDFC ബാങ്ക്, ഓപ്ഷൻ സി സെഞ്ചൂറിയൻ ബാങ്ക്, ഓപ്ഷൻ ഡി UTI ബാങ്ക്. താഴെ തന്നിരിക്കുന്നതിൽ ഏതു ബാങ്കാണ് പിന്നീട് ആക്സിസ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെട്ടത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി UTI ബാങ്കാണ്. UTI ബാങ്ക് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. 2007 UTI ബാങ്ക് ആക്സിസ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതുപോലെ ആക്സിസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി UTI ബാങ്ക്. 119ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ബാങ്ക് ലെൻഡ്സ് മണി ടു ദ കോർപ്പറേറ്റ് പേഴ്സൺ ദ റിലേഷൻഷിപ്പ് ഈസ് ഡാഷ്? ഓപ്ഷൻ എ ബോറോവർ ആൻഡ് ലെൻഡർ, ഓപ്ഷൻ ബി ക്രെഡിറ്റർ ഡെപ്റ്റർ, ഓപ്ഷൻ സി ഡെപ്റ്റർ ക്രെഡിറ്റർ, ഓപ്ഷൻ ഡി കസ്റ്റമർ ആൻഡ് ക്ലയൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ബാങ്ക് ഒരു കോർപ്പറേറ്റ് പേഴ്സണ് പണം കടം നൽകിയാൽ ബാങ്കും കോർപ്പറേറ്റ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ക്രെഡിറ്റർ ഡെപ്റ്റർ ആണ്. ബാങ്കിൽ നമ്മളൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക്സ് ബിക്കം ദ ഡെപ്റ്ററും കസ്റ്റമർ ബിക്കം ദ ക്രെഡിറ്ററുമാണ്. സോ ഇവിടെ ബാങ്ക് കടം നൽകുകയാണ് ചെയ്തത്. സോ ബാങ്ക് ഈസ് ദ ക്രെഡിറ്റർ ആൻഡ് കസ്റ്റമർ ഈസ് ദ ഡെപ്റ്റർ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ക്രെഡിറ്റർ ഡെപ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ്? ഓപ്ഷൻ എ ദിനേശ് കുമാർ കാര, ഓപ്ഷൻ ബി അശ്വിനി കുമാർ തിവാരി, ഓപ്ഷൻ സി സ്വാമിനാഥൻ ജെ, ഓപ്ഷൻ ഡി ചല്ല ശ്രീനിവാസുലു സേട്ടി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണെന്നാണ്. ഇത് നമുക്ക് പ്രീവിയസ് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ വന്നത് ദിനേശ് കുമാർ ഖാരയാണ്. നിലവിലെ പ്രസൻറ്റ് SBIയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ചല്ല ശ്രീനിവാസുലു സേട്ടിയാണ്. SBI ഫോം ചെയ്യുന്നത് 1 ജൂലൈ 1955 നമുക്കറിയാം ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് കൽക്കട്ട ഇവ മൂന്നും മെർജ് ചെയ്ത് ഇമ്പീരിയൽ ബാങ്ക് ഉണ്ടായി. 1921 ഇമ്പീരിയൽ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതിനുശേഷമാണ് 1 ജൂലൈ 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ചല്ല ശ്രീനിവാസുലു സെട്ടിയാണ് നിലവിലെ SBIയുടെ ചെയർമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 121ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ?
ഓപ്ഷൻ എ 9075, ഓപ്ഷൻ ബി 9082, ഓപ്ഷൻ സി 9080, ഓപ്ഷൻ ഡി 9069. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷത്തിലാണെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 9069ലാണ്. 9069ൽ ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പും അതുപോലെ ബാങ്കേഴ്സ് കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ നരിമാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം RBI ആണ് ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇവിടെ ആൻസർ വരുന്നത് ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 9069ലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 122ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR ഈസ് മെയിൻറ്റെയിൻ ആസ് പെർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഓപ്ഷൻ എ സെക്ഷൻ 42(1) ഓഫ് RBI ആക്ട്, ഓപ്ഷൻ ബി സെക്ഷൻ 42 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഓപ്ഷൻ സി സെക്ഷൻ 42 ഓഫ് RBI ആക്ട്, ഓപ്ഷൻ ഡി സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? BR ആക്ടിലെ ഏത് സെക്ഷനിലാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. BR ആക്ടിലെ സെക്ഷൻ 24ലാണ് SLRനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. SLR എന്താണ്? SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതായത് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ലിക്വിഡ് അസറ്റായി മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ്, ദ പ്രൊപ്പോർഷൻ ഓഫ് ലിക്വിഡ് അസറ്റ് ടു ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് SLR. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സെക്ഷൻ 24 ഓഫ് BR ആക്ടിലാണ് SLR മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 123ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following relationship comes into existence between customer and the bank when a locker is rented out by a bank to a person who may not be maintaining any other account? Option A lessor and lessee, option B bailey and bailor, option C trustee and beneficiary, option D lessee and lessor. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു വ്യക്തിക്ക് ബാങ്ക് ലോക്കർ ഫെസിലിറ്റി റെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ലെസ്സി ആൻഡ് ലെസർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിലേഷൻ കസ്റ്റമർ ആൻഡ് ബാങ്ക് ആണ്. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചിരിക്കുന്നതിൽ ഓപ്ഷൻ എ ലെസർ ആൻഡ് ലെസ്സി ആൻസർ വന്നതിന്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ലെസ്സി ആൻഡ് ലെസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 124ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡോക്യുമെൻറ്റ് ഡസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ നീഡ് ടു മാനേജ് ദ ഡിസീസ്ഡ് എസ്റ്റേറ്റ്? ഓപ്ഷൻ എ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഓപ്ഷൻ ബി പവർ ഓഫ് അറ്റോർണി, ഓപ്ഷൻ സി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി വിൽ ഓഫ് ദ ഡിസീസ്ഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഡിസീസ്ഡ് പേഴ്സൻ്റെ എസ്റ്റേറ്റുകൾ മാനേജ് ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്റർക്ക് ഏത് രേഖയാണ് വേണ്ടത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 125ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡോക്യുമെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ആൻ എക്സിക്യൂട്ടർ ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ ഡിസീസ്ഡ് എസ്റ്റേറ്റ്? ഓപ്ഷൻ എ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ബി പ്രൊബേറ്റ് ഓഫ് ദ വിൽ, ഓപ്ഷൻ സി എക്സിക്യൂട്ടീവ് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ഡി പവർ ഓഫ് അറ്റോർണി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ എക്സിക്യൂട്ടർക്ക് എന്ത് രേഖയാണ് വേണ്ടതെന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രൊബേറ്റ് ഓഫ് ദ വില്ലാണ്.